അപ്പോൾ കൊല്ലുക എന്നുള്ളതും തിന്നുക എന്നുള്ളതുമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവിത ആയോജന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഗതി. ഉപഭോഗത്തിനായിട്ട് മനുഷ്യൻ ജീവികളെ കൊല്ലുന്നു. അവൻ്റെ രുചികളെ കരുപ്പിടിപ്പിക്കുന്നതിൽ അവൻ്റെ മനസ്സിന് പ്രധാനമായിട്ടുള്ളൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. താൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി സഹജമായിട്ടുള്ള രുചിയല്ല. നമ്മൾക്ക് മാനസികമായിട്ടുള്ള ശിക്ഷണം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് പല രുചികളും നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കാരന് ഇഷ്ടപ്പെടുന്ന രുചിയായിരിക്കില്ല ചൈനക്കാരന് ഇഷ്ടപ്പെടുന്ന രുചി. അതായിരിക്കണമെന്നില്ല ഒരു യൂറോപ്യന്, അതായിരിക്കണമെന്നില്ല ഒരു ആഫ്രിക്കക്കാരന്. രുചികൾക്ക് ഭേദമുണ്ട്. രുചികൾക്ക് ഭേദമുണ്ടായിരിക്കുന്നത് അവൻ്റെ ആശയങ്ങൾക്കും അവൻ്റെ കാഴ്ചപ്പാടുകൾക്കും അവൻ്റെ വീക്ഷണങ്ങൾക്കുമുള്ള ഭേദം കൊണ്ട് തന്നെയാണ്. അവൻ്റെ ശീലങ്ങൾക്ക് ഉള്ള ഭേദങ്ങൾ കൊണ്ട് തന്നെയാണ് ആ രുചിഭേദം വന്നിരിക്കുന്നത്. മാംസത്തിന് സ്വതവേ രുചിയില്ല എന്നും മാംസഭക്ഷണം കഴിക്കാൻ നമ്മൾ പ്രേരിതരായിത്തീരുന്നത് മാംസഭക്ഷണത്തിൽ നമ്മൾ പലതരത്തിലുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് രുചി പിടിപ്പിക്കുന്നത് കൊണ്ടുമാണെന്ന് ചട്ടമ്പി സ്വാമികൾ ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പച്ചമാംസം എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലും കഴിക്കുകയില്ല. എന്നാൽ മൃഗങ്ങളെ നോക്കൂ, എല്ലാ മൃഗങ്ങളും ഭക്ഷണം പാചകം ചെയ്യാതെയാണ് കഴിക്കുന്നത്. മനുഷ്യൻ മാത്രം ഭക്ഷണം പാചകം ചെയ്ത് രുചി പിടിപ്പിച്ച് കഴിക്കുന്ന ഒരു ജീവി. വേറെ എല്ലാ ജീവികളും പശു പുല്ല് തിന്നുന്നതും ആന പനമ്പട്ട തിന്നുന്നതും ഒക്കെ അതിൻ്റെ പ്രകൃതിദത്തമായിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഒരു പുലി ഒരു മാനിനെ പിടിച്ച് തിന്നുന്നതും വേവിക്കാതെയാണ്. അവയ്ക്ക് സഹജമായിരിക്കുന്ന രുചി എങ്ങനെയിരിക്കുന്നു അതുപോലെ അവർ കഴിക്കുന്നു. നാം ഒരു മാമ്പഴം തിന്നുന്നത് എത്ര സഹജതയോടെയാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നതാണ്. ജീവകാരുണ്യ നിരൂപണം എന്ന ഗ്രന്ഥം നാരായണ ഗുരുദേവൻ്റെ അനുകമ്പാദശകത്തിനും ജീവകാരുണ്യ പഞ്ചകത്തിനും അനുബന്ധമായി ചേർത്ത് വായിക്കേണ്ട ഒരു കൃതിയാണ് നിങ്ങൾ. ചട്ടമ്പി സ്വാമികളുടെ ഈ നിരൂപണ ബുദ്ധി കൃത്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സഹജമായിരിക്കുന്ന അഭിരുചികളിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കൃത്രിമമായിരിക്കുന്ന അഭിരുചികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാ താല്പര്യങ്ങളും കൃത്രിമമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളുടെ നാഗരികതകളും സംസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള വികാസവുമെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ കൃത്രിമമായിരിക്കുന്ന പരിപോഷണങ്ങളിലൂടെയാണ്.